ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വിഷു സ്പെഷ്യലായിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. വിഷു സീരീസിൽ നമുക്കിന്നൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ നോർമൽ പച്ചരി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇഡ്ഡലി റൈസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ പച്ചരി ആദ്യം തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ പച്ചരി കുതിർത്തെടുക്കുന്നതിന് മുന്നേ തന്നെ കഴുകിയെടുക്കണം, അല്ലെങ്കിൽ അരിയെല്ലാം മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഒരു 5 മണിക്കൂർ കുതിർത്തെടുക്കാം. 5 മണിക്കൂറിന് ശേഷം ഇപ്പം അരി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാളയംകുടം പഴം 2 ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ഏലക്കയുടെ തൊലിയൊക്കെ മാറ്റിയിട്ട് കുരു മാത്രമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഉണ്ണിയപ്പം ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഈ ഒരു പരുവമായിരിക്കണം ബാറ്റർ. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു 5 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 5 മണിക്കൂറിന് ശേഷം ഇപ്പം മാവ് നന്നായിട്ട് ഫെർമെൻ്റ് ആയി വന്നിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് മാവ്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി ഒരു പാനിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്ക്ക് പകരമായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് എള്ളുകൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇതുപോലെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളർ ആക്കി എടുക്കണം, ഓവറായിട്ട് കരിച്ചെടുക്കരുത്. ഇനി നമുക്കിതിലേക്ക് എള്ള് കഴുകി ഉണക്കിയത് ചേർത്ത് കൊടുക്കാം. എള്ള് എപ്പോഴും കഴുകിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. കഴുകി ഉണക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. എള്ളിൽ നിറയെ അഴുക്കുണ്ട്. അപ്പോൾ എള്ളൂടെ ഇട്ടിട്ട് എള്ള് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് പൊട്ടി വന്ന ശേഷം നമുക്കിത് നേരെ ഫെർമെൻ്റ് ആയിരിക്കുന്ന ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടെ എല്ലാ മാവിൻ്റെ എല്ലാ ഭാഗത്തും ഒക്കെ ആകുന്ന രീതിയിൽ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു ഉണ്ണിയപ്പ ചട്ടി വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ്സിൽ ഇതുപോലെ ബാറ്റർ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. സെൻറ്ററിലുള്ളത് ഏറ്റവും ലാസ്റ്റ് ഒഴിച്ചാൽ മതി. സൈഡിലുള്ളതെല്ലാം ഒഴിച്ച് കംപ്ലീറ്റ് ആയ ശേഷം മാത്രം ലാസ്റ്റ് സെൻറ്ററിലുള്ളത് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് ഇന്ത്യാലിയത്തിൻ്റെയോ ഇരുമ്പിൻ്റെയോ എടുത്താൽ മതിയാകും. അപ്പോൾ ഇതുപോലെ ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. മറുവശവും ഫ്രൈ ആയി വരുമ്പോഴാണ് നമ്മളിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒരു സൈഡ് ഫ്രൈ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറുവശവും ഫ്രൈ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ മറുവശവും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലൊരു പപ്പട കുത്തിയും കൊണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ക്രിസ്പിയും ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ഉണ്ണിയപ്പം മുറിച്ച് കാണിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും വിഷുവിന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത്. നെക്സ്റ്റ് റെസിപ്പി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.